ഹലോ ഗായ്സ് വെൽക്കം മൈ ടി ചാനൽ. ഇന്ന് നമ്മളെ കിളിയൊക്കെ ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഈ ലവ് ബേഡ്സ് കൂട്ടിൻ്റെ അകത്ത് ഒരു ഫിഞ്ചിയും കൂടി കിടപ്പുണ്ട് ഗായ്സ്. ഇതിൻ്റെ അകത്ത് വില്ലൻ ആരുമല്ല ഗായ്സ്, ഈ കാണുന്ന മഞ്ഞക്കിളിയാണ് കേട്ടോ. അതിൻ്റെ മുഖമൊക്കെ കണ്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ മീനെ നോക്കാൻ പോകുന്ന വഴിക്കാണ് അപ്പൂപ്പൻ്റെ ഡ്യൂക്ക് കണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ചോദിച്ചു. ഇതാണ് അപ്പൂൻ്റെ ഡ്യൂക്ക് ഗൈസ്. അങ്ങനെ ഞാൻ മീനെ നോക്കാൻ വന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ആയപ്പോൾ ഇത്രയും വലിയ ടാങ്കാന്നേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ അകത്ത് 5 മീനേ ഉള്ളൂ. ഒരു ഓസ്കാറും 4 കോഴിക്കാർപ്പും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് മീനെ ആഡ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിൻ്റെ കമൻറ്റ് പേര് പോയി ഗൈസ്. ടാങ്കിൻ്റെ മണ്ടക്കായിട്ട് തന്നെ ഈ കാണുന്ന പോലത്തെ ഒരു ചെടിയുണ്ട് കേട്ടോ. ഈ ചെടി ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ ഞാൻ വേറൊരു ടാങ്ക് കാണിക്കാം. അതിൻ്റെ അകത്ത് കിടക്കുന്ന മീനെ ഞാൻ കാണിച്ചത് ഗൈസ്. ഈ കാണുന്ന പോലത്തെ മുഷിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടായത്, 10-14 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയൊന്നുമില്ല, എല്ലാം ചത്തുപോയി ഗൈസ്. അങ്ങനെ ഞാൻ അകത്ത് പോയി നോക്കിയപ്പോൾ അണ്ണം കിടന്ന് ഭയങ്കര ഉറക്കം. അപ്പോൾ അവനെ ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വെളിയിലോട്ട് പോയി. ഞാൻ പോയി കിളിയുടെ ചട്ടിക്കകത്ത് നോക്കിയപ്പോൾ ഗൈസ് 4 മുട്ട. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. 4 മുട്ട ഇട്ട സന്തോഷത്തിൽ ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അപ്പുറത്തൊരുത്തും ഭയങ്കര ഉറക്കം കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ കാണുന്ന സ്നോബു എന്ന് പറഞ്ഞ പൂച്ചയാണ് കേട്ടോ. അപ്പം ഭയങ്കര ഉറക്കം. ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നും പറഞ്ഞ് ഞാനവിടെ മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് ചുമ്മാ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ എണീച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കിളിയും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് മുരിങ്ങയിലയും കൂടി പറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് മുരിങ്ങയില പറിക്കാൻ പോയി കേട്ടോ ഗൈസ്. ഈ കാണുന്ന പോലെ ചെറുതായിട്ടേ കൊടുത്തോളൂ. അവർ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ കൂട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പ്രതീക്ഷിക്കാതാണേലും വേണ്ടി ഈ കാണുന്ന പോലെ ഫിഞ്ചി അവർക്ക് കൊടുക്കാതെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. എന്തോ കാര്യത്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ അതിൻ്റെ പുറകിന് നടക്കും. അങ്ങനെ അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ അകത്ത് കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന മുരിങ്ങയില. ഇതൊക്കെ എന്തോ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞ് ഒരുത്തൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന മാവിൽ നിന്ന് എങ്ങനെ മാങ്ങ പറിക്കുമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുവാണ് ഗൈസ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താണ്ട് ഈ കാണുന്ന പോലത്തെ എനിക്ക് ഈ ഫ്രെയിം കണ്ടു കേട്ടോ. ഇത് കൊള്ളാമില്ലേ? ഇത് അടിപൊളി സാധനം. ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നല്ല ചുവന്ന കൊടിയും പച്ചപ്പും നാച്ചുറൽ ഫീൽ ഗൈസ്. ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാനങ്ങനെ കൂട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഫിഞ്ചി മറ്റേ മുരിങ്ങയില വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കാവിലിരിക്കുക ഗൈസ്. ഈ കാണുന്ന ചക്ക ഉണ്ട്, ഇത് ഇത്രയേ വളരത്തുള്ളൂ. ഇത് ഏത് ഇനത്തിൽപ്പെട്ടാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മിനിച്ചർ ചക്കയെന്ന് ഞാൻ പറയത്തുള്ളൂ ഗൈസ്. ഇതിൽ കൂടുതൽ ഇത് വളരത്തില്ല ഗൈസ്. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ച് മുഖമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാനങ്ങനെ റൂമിൽ വന്നപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള വകയൊക്കെ ഏതാണ്ട് ഈ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗൈസ് ഞാൻ ഈ കാണുന്ന പോലെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. ഇതങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ കാണുന്ന 3 ഡപ്പകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഡംഡോക്കിൻ്റെ ഗൈസ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഇടുന്നുണ്ട്. ഇതെനിക്ക് നല്ല റിസൾട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ കാണുന്നതാണ് കേട്ടോ ആഫ്റ്ററും ബിഫോറും ആയിട്ടുള്ള ഫോട്ടോ ഗൈസ്. ഞാൻ സൺസ്ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് കേട്ടോ, ഹൈഫൻ്റെ ഗൈസ്. ഞാനങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ റൂമിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. ഈ ചാനൽ